7 BJP MLA-മാരുടെ സസ്പെൻഷൻ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് 7 MLA-മാരെ ഡൽഹി നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ തീരുമാനത്തെ ചോദ്യം ചെയ്താണ് MLA-മാർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അതോടെയാണ് എല്ലാ MLA-മാരുടെയും സസ്പെൻഷൻ റദ്ദാക്കാൻ ജഡ്ജി സുബ്രഹ്മണ്യം പ്രസാദ് തീരുമാനിച്ചത്. ആർ മോഹൻ സിംഗ് ബിഷ്ത്, അജയ് മഹാവാർ, OP ശർമ്മ, അഭയ് വർമ്മ, അനിൽ വാജ്പേയി, ജിതേന്ദ്ര മഹാജൻ, വിജേന്ദർ ഗുപ്ത എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. ഡൽഹി ഹൈക്കോടതിയാണ് സസ്പെൻഷൻ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ MLA-മാർ അച്ചടക്കം ലംഘിച്ചതിനാലാണ് തീരുമാനമെടുത്തത് എന്നതാണ് ഡൽഹി സർക്കാരിന് വേണ്ടി വക്കീൽ ഹൈക്കോടതിയിൽ വാദിച്ചത്. ഈ രീതിയിൽ സസ്പെൻഷൻ ചെയ്ത നടപടി ഉചിതമായില്ല എന്നതാണ് MLA-മാരുടെ അഭിഭാഷകർ വാദിച്ചത്. ഫെബ്രുവരി 15-ന് ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രസംഗം 7 BJP MLA-മാർ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയായിരുന്നു. ഭരണകക്ഷിയായ ആം ആദ്മിയുടെ നയപ്രഖ്യാപനങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ വായിക്കുമ്പോഴായിരുന്നു BJP MLA-മാർ ആ പ്രസംഗം തടസ്സപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ നടപടിയും ഉണ്ടായത്. ഇതിനു പിന്നാലെയാണ് സസ്പെൻഷൻ തീരുമാനത്തിനെതിരെ എല്ലാവരും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇവരെല്ലാം നൽകിയ ഹർജികളിൽ തങ്ങളല്ല മറ്റ് അംഗങ്ങളാണ് ആശയക്കുഴപ്പവും ബഹളവും ഉണ്ടാക്കിയത് എന്നതായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിനുശേഷമാണ് ഇരു വിഭാഗത്തിന്റെ വാദം കേട്ടതിന് ശേഷം ഈ 7 പേരുടെയും സസ്പെൻഷൻ ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്.